എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോണത്, ഒരാൾ ജാതകം നോക്കാൻ വരുന്ന സമയത്ത് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഞാൻ രക്ഷപ്പെടുമോ ജ്യോത്സ്യരെ, എൻ്റെ ലൈഫ് മെച്ചപ്പെടുമോ, വല്ല രക്ഷയുണ്ടോ എന്നൊക്കെ. ഇത് എങ്ങനെ നമുക്ക് ജാതകത്തിൽ നോക്കി മനസ്സിലാക്കാം? അതിന് വളരെ ഈസി ആയിട്ടുള്ള ചില ടിപ്സ് ആണെന്ന് പറയാൻ പോണത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും പറയാൻ പോകുന്നത്. നമ്മുടെ ഘോരശാസ്ത്രം വരാഹമിഹിരാജൻ രചിച്ചപ്പോഴേ അത് വളരെ വൃത്തവിചിത്രമായിട്ടും ബഹു അർത്ഥങ്ങളെ കൊണ്ടിട്ടാണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ? അതാണ് ഭൂയോബി പടുബുദ്ധി പടുതിയാം ഹോരാ ഫലജ്ഞപ്തയേ ശബ്ദന്യായ സമന്യുതേഷു ബഹുശാസ്ത്രേഷു ദൃഷ്ടേഷുബി. ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. അത് മാത്രമല്ല, ഇത് ഞാൻ എപ്പോഴും, നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ മുന്നേ ഇതിനെ പറ്റിയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എപ്പോഴും പറയുന്നതാണ്. എന്താ? ആദിത്യദാസതനയസ്തദവാപ്തബോധ കാപിഷ്ടല സവിതൃലബ്ധവരപ്രസാദ ആവന്തികോ മുനിമദാനവലോക സമ്യക് ഹോരാം വരാഹമിഹിരാം രുചിരാം ചകാര. വരാഹമിഹിരൻ ഹോരാശാസ്ത്രം എഴുതിയേക്കുന്നത് അന്ന് ഉണ്ടായിരുന്ന പല മുനിമാരുടെയും അറിവുകളെ വളരെയധികം ക്രോഡീകരിച്ചു കൊണ്ടിട്ടാണ്. വളരെയധികം അത് പഠിച്ച് തൊകുത്ത് വളരെ കീ ആക്കിയിട്ടാണ്. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ചെറുതാക്കാൻ പറ്റും, ഒരു ശസ്ത്രപ്ലവമാക്കാൻ പറ്റും എന്നുള്ള രീതിക്കാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇന്റലിജന്റ് ബുക്സ് എവർ റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിൽ തന്നെ വരാഹമിഹിരാചാര്യൻ ഒരു ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. എന്താ? സ്വേച്ഛ സംസ്ഥ ബുധേ ലഗ്നേ ഭൃഗു മേഷൂരണാശ്രിതേ. സ്വേച്ഛ സംസ്ഥ ബുധേ ലഗ്നേ ഭൃഗു മേഷൂരണാശ്രിതേ സ ജീവോസ്ഥേ നിശാനാഥേ സജീവോസ്ഥേ നിശാനാഥേ രാജാ രാജാ മന്ദാരയോ സുധേ രാജാ മന്ദാരയോ സുധേ. വളരെ സിമ്പിളാണ്, ഞാനിതിങ്ങനെ പറഞ്ഞെന്നുള്ളൂ. പല ഗുരുക്കന്മാരും പറയുന്നത് പോലെ. എന്താണ്? സ്വേച്ഛ സംസ്ഥ, സ്വ ഉച്ച സംസ്ഥ. സ്വേച്ഛ മീൻസ് സ്വ ഉച്ച സംസ്ഥ ബുധേ ലഗ്നേ. സ്വേ ഉച്ച സംസ്ഥ ബുധേ ലഗ്നേ. ലഗ്നത്തില് ബുധൻ ഉച്ച സംസ്ഥനായിട്ട്, ബുധന്റെ ഉച്ചരാശി ഏതാ? അജ വൃഷഭ മൃഗാങ്കന കുളീര. അപ്പൊ അങ്കന എന്ന് പറയുന്ന കന്യാണ് ബുധന്റെ ഉച്ചരാശി. സ്വേ ഉച്ച സംസ്ഥ ബുധേ ലഗ്നേ. അപ്പൊ ലഗ്നവുമായിരിക്കണം അത്. ലഗ്നത്തില് ഉച്ചരാശിയായിട്ട് ബുധൻ നിൽക്കുമ്പോൾ സ്വേച്ഛ സംസ്ഥ ബുധേ ലഗ്നേ ഭൃഗോ. ഭൃഗോ എന്ന് പറഞ്ഞാൽ ശുക്രൻ. ഭൃഗോ മേഷൂരണാശ്രിതേ. മേഷൂരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. മേഷൂരണം പഠിച്ചിട്ടുണ്ടല്ലോ. മേഷൂരണം ഏതാന്ന് 2-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിലൊക്കെ പറയുന്ന മേഷൂരണം 10ാം ഭാവമാണ്. മേഷൂരണം എന്ന് പറയുന്നത്, മേഷൂരണം എന്നുള്ള വാക്കിനർത്ഥം 10. ശുദ്ധഭം എന്ന് പറഞ്ഞാല് 5. ഇതിനെപ്പറ്റിയൊക്കെ ദ്യൂനം 7, ഇതിനെയൊക്കെ പറ്റി പാടലുണ്ട്. ഞാൻ അതിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നില്ല എന്നുള്ളൂ. അപ്പോ ഭൃഗോ മേഷൂരണാശ്രിതേ. സ എന്ന് പറഞ്ഞ കൂടെ. ജീവോ അസ്ഥേ സജീവോസ്തേ. സ പ്ലസ് ജീവ പ്ലസ് അസ്തേ. അസ്തം എന്ന് പറഞ്ഞാൽ 7. 7 അസ്ഥേ എന്ന് പറഞ്ഞ 7 സ
ജീവോ നിശാനാഥേ, നിശയുടെ നാഥനായിട്ടുള്ള ചന്ദ്രനോട് കൂടി 7-ൽ വ്യാഴം നിൽക്കുമ്പോൾ, അപ്പൊ ഗുരു പ്ലസ് ചന്ദ്രൻ 7-ല്, അപ്പോ ഇവിടെ ഗുരു ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ അതേ സമയം തന്നെ രാജാ മന്ദാരയോ സുതേ, മന്ദ ആര, മന്ദൻ ശനി, ആരൻ ചൊവ്വ, എവിടെ സുതേ, സുതം എന്ന് പറഞ്ഞ 5-ാം ഭാവം, 5-ല് ഇതാണ് 5-ാം ഭാവം, 1 2 3 4 5 നോക്കുമ്പോ 5, മന്ദാരയോ സുതേ, 5-ല് ശനി, 5-ല് ചൊവ്വ, ഇങ്ങനെ നിന്നാൽ രാജാവാവും എന്നാണ് പറഞ്ഞത്. എന്നാ ഇങ്ങനെ നിന്നാൽ രാജാവാവും എന്ന് മാത്രമാണോ വരാഹമിഹിരാചാര്യൻ പറഞ്ഞത്? ഇങ്ങനെ നിന്നാൽ രാജാവാവും എന്ന് മാത്രമല്ല, ഇവിടെ പല യോഗങ്ങളെ പറ്റി പറയുകയാണ്. ഒന്നാമത് പറഞ്ഞത് ആഢ്യയോഗമാണ്. ആഢ്യയോഗം, പ്രഭുയോഗം എന്നൊക്കെ പറയാ. ഏത്? സ്വച്ഛ സംസ്ഥാ ബുധേ ലഗ്നേ എന്നുള്ളതുകൊണ്ട് പറഞ്ഞത് ആഢ്യയോഗം. 2 ഭൃഗൗ മേഷൂരണാശ്രിതേ, ധർമ്മ കർമാധിപയോഗം. ഇത് തമിഴാണ് കേട്ടോ, മലയാളത്തിൽ ബുക്കിലൊക്കെ നോക്കി കാണാൻ പാടായിരിക്കും. ആഢ്യയോഗം, ധർമ്മ കർമാധിപ യോഗം. 3-മത് ജീവോ അസ്ഥേ, ജീവോ അസ്ഥേ സജീവോസ്തേ നിശാനാഥേ എന്ന് പറയുന്ന 7-ാം ഭാവത്തെ കൊണ്ട് ഉള്ള യോഗം. അത് പ്രസിദ്ധ യോഗമാണ്, പ്രഭു യോഗമാണ്. പ്രഭുണയോഗം, പ്രസിദ്ധ യോഗം, പ്രഭുയോഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജാമിത്രയോഗം സംസ്കൃതത്തിൽ പറഞ്ഞാലും കുഴപ്പം ഇല്ല, കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നവർ അത് പറഞ്ഞു. ഇതില് 5-ാം ഭാവം കൊണ്ട് അടുത്തൊരു യോഗത്തെയും പറയുന്നുണ്ട്. അത് പൂർവ സ്വത്തുക്കളെ, പൂർവികമായ സ്വത്തുക്കളെ ചേർക്കുന്ന ഒരു യോഗമാണ്. അങ്ങനെ അതിനെ നമുക്ക് തമിഴിൽ ഒരു പേര് പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട്, തിടീർ അധിഷ്ഠ യോഗം എന്ന് പറയും. തിടീർ അധിഷ്ഠ യോഗം. അപ്പൊ ഞാൻ 4 പേരുകൾ പറഞ്ഞു. ആഢ്യം, ധർമ്മകർമാധിപയോഗം, പ്രഭുയോഗം അല്ലെങ്കിൽ പ്രഭുയോഗം, തിടീർ അധിഷ്ഠ യോഗം. ഇത് എല്ലാം ഇതില് വരാഹമിഹിരാചാര്യൻ ഒതുക്കി പറഞ്ഞതാണ്. ഇത് എല്ലാം ഒരുമിച്ച് കിട്ടുമെന്ന് വെച്ചാൽ വലിയ പാടായിരിക്കും. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജാതകത്തില്, ഇപ്പൊ ഇത് കന്നിലഗ്നം വെച്ച് പറഞ്ഞെങ്കിലും ഒരു ജാതകത്തില് ഏത് രാശി ആയിക്കോട്ടെ, ഉച്ചനായിട്ടുള്ള ഗ്രഹം ലഗ്നത്തിൽ നിന്നാല് അതൊരു ആഢ്യയോഗമാണ്. ലഗ്നം എന്ന് പറയുന്ന ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ഗുണം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്ന് ലഗ്നത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ വരി. സ്വച്ഛ സംസ്ഥാബുദേ ലഗ്നേ, ലഗ്നത്തെ കേന്ദ്രീകരിച്ച്. ലഗ്നം എന്താ? ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശോ സുഖം ജയോ വപുച്ച തൽസർവം ചിന്തനീയം വിലഗ്നത. അപ്പൊ സുഖം, ശരീരത്തിന്റെ എല്ലാ പ്രത്യേകതകളും സുഖവും ശരീരത്തിന്റെ ശക്തിയും ബലവും ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം, അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ലഗ്നത്തിൽ പറയുന്നു. അങ്ങനെയുള്ള ആ ലഗ്നം പവർഫുൾ ആണോ എന്നറിയുന്നതാണ് സ്വച്ഛ സംസ്ഥേ ബുധേ ലഗ്നേ എന്ന് ഇവിടെ ബുധനെ കൊണ്ട് പറഞ്ഞപ്പോ പറഞ്ഞത് ഉച്ചൻ. അപ്പോ ഇപ്പൊ മേഷലഗ്നത്തിന് സൂര്യൻ ഉച്ചനായിട്ട് ലഗ്നത്തിലിരുന്നാല്, വൃഷഭ ലഗ്നത്തിന് ചന്ദ്രൻ ഉച്ചനായിട്ടിരുന്നാല്, ഉച്ചൻ വരുന്ന ലഗ്നങ്ങള് മേഷം, വൃഷം, അജ, വൃഷ, മൃഗ, ചൊവ്വ. മകരലഗ്നത്തിൽ ചൊവ്വ ലഗ്നത്തിൽ ഇരുന്നാല്, അങ്കന, കന്നി, അതിവിടെ നമ്മൾ ഓൾറെഡി എഴുതി. കന്നി ലഗ്നത്തിന് കുളീര, കർക്കിടകം, വ്യാഴം,
കർക്കിടക ലഗ്നത്തിലിരുന്നാല്. അജ വൃഷ മൃഗ അങ്കന കുളീര ചഷ മീനം ശുക്രൻ ലഗ്നത്തിലിരുന്നാല്, മീനത്തില്. അടുത്ത വണിക്ക് തുലാം, ചഷ വണിക്ക് തുലാം ലഗ്നത്തിന്. ഈ ലഗ്നങ്ങൾക്ക് ഒക്കെ മേടമിടവും കന്നി, മകരം കർക്കിടകം മീനം തുലാം ലഗ്നങ്ങൾക്ക് മേടത്തിൽ സൂര്യനും ഇടവത്തിൽ ചന്ദ്രനും കന്നിയിൽ ബുധനും മകരത്തിൽ ചൊവ്വയും കർക്കിടകത്തിൽ വ്യാഴവും മീനത്തിൽ ശുക്രനും തുലാത്തിൽ ശനിയും ഇരിക്കുന്ന ഒരു ജാതകം, ആദ്യയോഗം പെറ്റ ജാതകമാണ്. അവന് സുഖം, സമൃദ്ധി, സമ്പത്തേക്ക് വരാനുള്ള ഒരു വളരെ സാധ്യത, ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ പല സാധ്യതകളിൽ ഒരു സാധ്യത ഉണ്ട്. അതൊന്ന്. അപ്പൊ ഇത് ആയി. സ്വേച്ഛ സംസ്ഥാബുധേ ലഗ്നേ. അടുത്തത് ഭൃഗൗ മേഷൂരണാശ്രിതേ. ഭൃഗു എന്ന് പറഞ്ഞാൽ ആരാ? ശുക്രൻ. ശുക്രൻ മേഷൂരണത്തിൽ പോയി. ശുക്രൻ മേഷൂരണത്തിൽ പോയി. ശുക്രൻ ആരാണ്? ശുക്രൻ 9ാം ഭാവാധിപതി. ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9ാം ഭാവാധിപതി 10ൽ പോയാല് ധർമ്മ കർമാധിപ യോഗമാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോ 9ാം ഭാവാധിപതി 10ൽ പോയാൽ കിട്ടുന്ന ധർമ്മ കർമാധിപ യോഗം ഈ ജാതകത്തിൽ ലഭിക്കുന്നുണ്ട്. അത് വേറെ ഏത് ജാതകത്തിൽ വേണമെങ്കിലും ലഭിക്കാം. ഒരെണ്ണത്തിന് മാത്രം ചെറിയ പ്രശ്നം ഉണ്ട്. തുലാലഗ്നത്തിന് മാത്രം അത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം വെറുതെ പ്ലെയിൻ ആയിട്ട് 9ാം ഭാവാധിപതി 10ൽ പോവുക മാത്രമല്ല ചെയ്യേണ്ടത്, അതിൻ്റെ ആധിപത്യം ശത്രു മിത്ര സമഭാവങ്ങളും വളരെ പോസിറ്റീവായിട്ട് വരണം. തുലാലഗ്നത്തിന് ചെറിയ പ്രശ്നം ഉണ്ട് അതിൽ. ബാക്കി ലഗ്നങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് കിട്ടും. എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. ആലോചിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിനെപ്പറ്റി പറയാം. വീഡിയോയുടെ സമയം ഏറുന്നത് കൊണ്ടാണ്. അടുത്തത് പ്രഭുണ യോഗം. 7ാം ഭാവത്തില് 2 ഗ്രഹങ്ങൾ ഇരിക്കുകയാണ്. ഒന്ന്, 7ാം ഭാവാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് 7ൽ ഇരുന്നാൽ പ്രഭുണ യോഗമാണ്. ഇത് പ്രഭുണ യോഗം മാത്രമല്ല, ഇതിൽ പല ഗുണങ്ങൾ ഇതിൽ നൽകും. ദാമ്പത്യ വിഷയത്തിൽ ഇതിന് വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഇത് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അടുത്തടുത്ത വീഡിയോയിൽ പറയാം. ഇവിടെ 7ാം ഭാവാധിപൻ 7ല്, 11ാം ഭാവാധിപൻ 7ല്. അപ്പോ 7ാം ഭാവാധിപൻ പ്ലസ് 11ാം ഭാവാധിപൻ. 11ാം ഭാവാധിപൻ 7ൽ ഇരിക്കുന്നത് ഒരു യോഗമാണ്. അത് സ്വത്ത് കിട്ടുന്ന ഒരു പ്രഭുണ യോഗമാണ്. ഇതെല്ലാം രാജയോഗത്തിൽ പെട്ടതാണ് കേട്ടാ. ഇതൊക്കെ രാജയോഗം എന്ന് ഒരു പ്ലെയിൻ ആയിട്ട് പറയുന്നതിൽ പെട്ടതാണ്. ഇത് എല്ലാം 11ാം ഭാവാധിപൻ 7ലിരിക്കുന്നു. അതെന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത വീഡിയോ വഴിയൊക്കെ വിശദമായിട്ട് കാണാം. അടുത്ത സംഭവം തിടീർ അധിഷ്ഠയോഗം. ഇവിടെ നോക്കുക, 5ാം ഭാവത്തില് 5ാം ഭാവാധിപൻ ഇരിക്കെ തന്നെ, 6ാം ഭാവാധിപത്യമുള്ള 5ാം ഭാവാധിപൻ ഇരിക്കെ തന്നെ, അത് എപ്പോഴും കിട്ടത്തില്ല. 8ാം ഭാവാധിപൻ ഉച്ചസ്ഥനായിട്ട് 5ലിരിക്കുന്നു. അതാണ് തിടീർ അധിഷ്ഠയോഗം. അഷ്ടമം 5ഉം 8ഉം കണക്റ്റഡ് ആകുക മാത്രമല്ല, 5 പവർഫുൾ, 8 അതിലും പവർഫുൾ. 8 തിടീർ അധിഷ്ഠം കാണിക്കണാണ്. നിങ്ങൾ സർവപ്രണാശോ വിപിതോപവാദോ ഹേതു പ്രദേശോ മരണാസ്യ ദാസ്യം എന്നെടുത്താൽ ശരിയാവത്തില്ല. അവിടെ തമിഴ് അസ്ട്രോളജി പ്രകാരം 8ാം ഭാവം ബലവാനായിട്ട് കണക്ഷൻ വന്നാൽ അത് തിടീർ അധിഷ്ഠം, അതായത് പെട്ടെന്ന് ഭാഗ്യത്തെ തരുമെന്നാണ്. ഭാഗ്യയോഗമാണ്. 8ാം ഭാവം കൊണ്ട് ഭാഗ്യം ഉണ്ട്.
അപ്പൊ 5ന്റെ 4 8 എന്നും കൂടി ഓർക്കണം. 5 എന്ന് പറഞ്ഞാല് നമ്മളുടെ മാതൃസംബന്ധമായിട്ടുള്ള വളരെയധികം സ്വത്തുക്കൾ, അതിനെ വീണ്ടും അതിന്റെ 4-ാം ഇടം എന്ന് പറഞ്ഞാൽ അതിനെ വീണ്ടും പെരുപ്പിച്ച് കൊണ്ടുവരും. അതിന്റെ സെക്കൻഡ് സ്റ്റേജ് വേണമെങ്കിൽ മനസ്സിലാക്കാം. 5ന്റെ സെക്കൻഡ് സ്റ്റേജ് 7-ഉം അതിന്റെ അടുത്തൊരു സ്റ്റേജ് 8-ഉം എന്നുള്ളൊരു കണക്ക് ഉണ്ട് തമിഴ് അസ്ട്രോളജി. അപ്പോ ഇവിടെ 5-ഉം 8-ഉം കണക്ഷൻ വന്നിരിക്കുന്നു. എന്ത് കണക്ഷനാണ് വന്നിരിക്കുന്നത്? ഈ കണക്ഷൻ സിമ്പിൾ കണക്ഷൻ അല്ല. 5-ാം ഭാവാധിപൻ ബലവാനായി 5-ൽ തന്നെയുണ്ട്. 8-ാം ഭാവാധിപൻ ബലവാനായിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ട് ചൊവ്വ ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഈ ശനിയും ചൊവ്വയും തമ്മിൽ പ്രശ്നമാണല്ലോ, ശനിയും ചൊവ്വയും തമ്മിൽ പ്രശ്നമാണല്ലോ. ജീവേൻ ദുഷ്ടകര കുജസ്യ സുഹൃത്യോ അരി സിദ്ധാർക്കി സമം എന്ന് പറയുമ്പോ ചൊവ്വയ്ക്ക് പ്രശ്നമല്ല. ജീവ ഇന്ദുഷ്ണകര കുജസ്യ സുഹൃതോ ഞോ അരി ബുധം മാത്രമല്ല ശത്രു, അത് അവിടെ എടുക്കും. പക്ഷേ ശുക്രജ്ഞോ സുഹൃതോ സമസുരഗുരു സൗരസ്യ ചാനീരി എന്ന് പറയുമ്പോൾ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ശനിക്ക് ശത്രുവല്ലേ എന്നെടുക്കും. അതിലൊക്കെ കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോ വളരെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞാല് അഠയോഗവും ധർമ്മകർമാദിയവും പ്രഭുയോഗവും തിടിരധിഷ്ഠയോഗവും ഒരൊറ്റ ശ്ലോകം കൊണ്ട് വരാഹ മിഹിരാചാര്യൻ പറയുകയാണ് ഉണ്ടായത്. അപ്പോ ഇങ്ങനെയുള്ള യോഗങ്ങള് ലഗ്നത്തിൽ ഉച്ചനായിട്ടിരിക്കുന്ന ഗ്രഹം പവർഫുൾ ആയിട്ടിരുന്നാൽ ഒരു ആഠ്യോഗം കിട്ടും. രണ്ടാമത്തത് പറഞ്ഞത് 9-ാം ഭാവാദി 10-ലിരുന്നാൽ ധർമ്മകർമാദിവയോഗം കിട്ടും. മൂന്നാമത് പറഞ്ഞത് 7-ാം ഭാവത്തിൽ 11-ാം ഭാവാധിപൻ ബലവാനായിട്ട് ശുഭഗ്രഹങ്ങളായിക്കൊണ്ടിരുന്നാൽ ബലം കിട്ടും, ഫലം കിട്ടും. അടുത്തത് പറഞ്ഞത് 5-ാം ഭാവത്തില് 8-ാം ഭാവാധിപൻ ബലം ഉൾക്കൊണ്ടുകൊണ്ടിരുന്നാല് അതൊരു തിടീർ അധിഷ്ഠ യോഗമാണ്. ഇത്തരത്തില് ഒറ്റ ശ്ലോകം വളരെ ചെറിയ സ്വച്ഛ സംസ്ഥ ബുധേ ലഗ്നേ ഭൃഗു മേഷുരണാശ്രിതേ സജീവോസ്തേ നിശാംനാഥേ രാജാ മന്ദാരയോ സുതേ എന്ന് വളരെ സിമ്പിളായിട്ട് വരാഹമിഹിരാജൻ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞ വരാഹമിഹിരാചാര്യൻ സാധാരണക്കാരനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആദ്യം പറയുന്ന പ്രമാണം തന്നെ മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ, അത് തന്നെ അതില് ബ്രഹ്മകുണ്ഡലീനി ബ്രഹ്മനാഡി യോഗം ഒക്കെ അതിൽ വ്യക്തമായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ബ്രഹ്മകുണ്ഡലിനി എന്ന് പറയുന്ന ബ്രഹ്മനാഡി ആക്ടിവേഷൻ. ഇനി നമ്മള് ഇപ്പൊ ത്രിദശ ത്രികോണം നമ്മൾ 1 5 9 കണക്ഷനാണ് ഇവിടെ പറഞ്ഞത് കേട്ടാ. ലഗ്നം കണക്ട് ചെയ്ത് വരുന്ന ഒരു യോഗം, 5 കണക്ട് ചെയ്ത് വരുന്ന യോഗം, 7 കണക്ട് ചെയ്ത് വരുന്ന യോഗം, 9 കണക്ട് ചെയ്ത് വരുന്ന യോഗം. ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? നാഡി ജ്യോതിഷം, ഭൃഗു നന്ദി നാഡി ജ്യോതിഷം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണും. അതെന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. 1 5 9 ത്രികോണമാണെന്ന് നിങ്ങൾക്കറിയാം. 1-ാം ഭാവം ലഗ്നം, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ശരീരം, 5-ാം ഭാവം മനസ്സ്, 9-ാം ഭാവം ആത്മാവെന്ന് എന്ന് എടുക്കണമെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു. എന്നാൽ ദേഹസ്യ സൗഷ്ടവം സാസ്ത്യം സ്ഥിതി ശ്രേയശോ സുഖജയോച്ച തത്സർവം ചിന്തനീയം ലഗ്നതാമം പ്രജ്ഞാവേദ പ്രതിഭാവേ ശക്തി പുരാതനം പുണ്യം മന്ത്രാമാത്യസ്തനുജ പഞ്ചമ സൗമനസ് ചിന്യം 5-ഉം 9 ഭാഗ്യധർമ്മതയ സ്തപത്താത ആത്മാ എന്ന് പറയുന്ന തരത്തിൽ 9-ാം ഭാവത്തെയും പറഞ്ഞു പോകുന്നു എന്ന് മനസ്സിലാക്കണം. പെട്ടെന്നോടത് പറഞ്ഞു വേണേ. അപ്പൊ ഇതും 7-ാം ഭാവം മദനഗമന ജയ ലോക അന്യവാർച്ചി എന്ന് പറയുന്ന പോലെ വിവാഹ മദന ലോകെ ഭാര്യവർഗ സമാഗമ എന്ന് പറയുന്നത് മാത്രമല്ല, 7-ാം ഭാവം കൊണ്ട് നമുക്ക് മുന്നിലിരിക്കുന്ന എല്ലാവരുമാണ്. നിങ്ങൾ എന്റെ 7-ാം ഭാവമാണ്. അത്തരത്തിൽ അതിനെ കണക്കാക്കേണ്ടത് ആവശ്യം. അപ്പൊ ഇതെല്ലാം വരാഹമിഹിരാചാര്യൻ വളരെ, അതാണ് പറഞ്ഞത്, അതിന്റെ ബ്രില്യൻസ് എന്ന് പറയുന്ന വേറെ ലെവലാണ്. അപ്പോ നമ്മള് ഇത് വേണമെങ്കിൽ പഠിച്ചു വെക്കുക.